Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും മൊമെന്റ് നോക്കണം. ഇന്നെന്ന് പറഞ്ഞാൽ 15 ഏപ്രിൽ. ഇന്നത്തെ മോർണിംഗ് മൊമെന്റ് നോക്കിയാൽ ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ടണിലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഒരു സ്ട്രോങ് ബൈ ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയിൽ ചെറുതായിട്ടൊന്ന് കയറി, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ മൊമെന്റ് കിട്ടിയിരുന്നില്ല. തിരിച്ച് അതേപടി മാർക്കറ്റ് തിരിച്ച് ഡൗണിലേക്ക് ഇറങ്ങി. ഡൗൺ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ പോയിട്ടുണ്ട്. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 88 പോയിന്റ്സോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ഇറക്കം സംഭവിച്ചു. പക്ഷേ ഇത് സ്ട്രോങ് സെൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പ്രോഫിറ്റ് നേടി. അപ്പോൾ ഇതിൽ ബൈ ട്രേഡ് നമുക്ക് ആക്ച്വലി ഫേക്ക് ബൈ ട്രേഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്തു. കറക്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിൽ ട്രേഡ് എടുത്ത് എക്സിറ്റും ചെയ്തു. ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റും. എങ്ങനെയാണ് ഒരു പ്രോപ്പർ എൻട്രിയും എക്സിറ്റും നമുക്ക് കിട്ടുന്നത്, അതേപോലെ റിവേഴ്സൽ പോയിന്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻസിൽ ഏത് ട്രേഡ് എടുത്താലും ലോസ് ആണ്. അതേപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു ബ്രേക്ക്ഔട്ട് പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ക്ലയൻസ് ഒക്കെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് വാച്ച് ചെയ്താൽ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും റിവേഴ്സലും നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ലൈവായിട്ടൊരു ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ സോഫ്റ്റ്വെയർ തന്നു എന്നുള്ള കാണിക്കാം. ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് കാണിക്കുന്നത്. ടോട്ടൽ 8 സ്ട്രാറ്റജിയാണ്. 2009 ഫസ്റ്റ് റിലീസ് ചെയ്ത് ഇപ്പം നടക്കുന്നതാണ് 8.1 സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ആകെ ഇന്ന് സെൽ സിഗ്നൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയത് ബാങ്ക് നിഫ്റ്റിയിൽ. കഴിഞ്ഞ ദിവസം സെല്ല് സിഗ്നൽ, ഈ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ വരുന്നത്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ആക്ച്വലി മെസ്സേജ് ആയിട്ട് അലേർട്ട് മെസ്സേജ്, ഇതേപോലെ സൗണ്ട് എഫക്റ്റോട് കൂടി ഈ ബെൽ സൗണ്ട് എഫക്റ്റിൽ ഈ അലേർട്ട് മെസ്സേജ് ആയിട്ട് തരും. ഇപ്പം ബൈ ആണ് തന്നിരിക്കുന്നെങ്കിൽ ബൈ സിഗ്നൽ തരും. അപ്പം അതേപോലെ തന്നെ ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ സിഗ്നൽ വരുന്നത്, റെഡ് ആണ് സെല്ല്. അപ്പോൾ ഈ സെല്ല് വരുന്ന സമയത്താണ് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവുന്നത്. ടൈമിങ്, എൻട്രി പോയിന്റ്, ടാർഗറ്റ്സുകൾ 70-70യുടെ 3 ടാർഗറ്റാണ്. പക്ഷേ എടുക്കുന്ന സമയത്ത് നമ്മൾ 3 ലെവൽ ഓക്കെ ആണെന്ന് നോക്കണം. ക്യാൻഡിൽ കളർ നോക്കണം, താഴെ നോക്കണം, ബൈസ് ആണ് സെൽസ് ഒന്ന് നോക്കണം. ഇത് 3 ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ എടുത്തുവെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, അടുത്ത ക്യാൻഡിൽ എടുത്ത് നമ്മൾ മാർക്കറ്റ് നേരെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടം വരെ ഇറങ്ങിയ ശേഷം അപ്ടണിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റ്. ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം പുൾ ബാക്ക്, ചെറിയൊരു പുൾ ബാക്ക് പോയ ശേഷം ബ്രേക്ക്ഔട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ നേരം സൈഡ് വേസ് വന്ന് അപ്രോക്സിമേറ്റ് ഈ ഒരു റേഞ്ചിലാണ്. നമുക്കൊരു 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് പോയത്. അതുവരെ മാർക്കറ്റിൻ്റെ മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറാൻ നോക്കിയത്. ഓക്കെ, ബൈ ട്രെൻഡ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അധികം ബൈ ട്രേഡ് ഇല്ലായിരുന്നില്ല. സ്കാൽപ്പിങ്ങിൽ ചെറിയൊരു ട്രേഡ് നമുക്ക് മിനിറ്റ് വൈസ് സ്ട്രാറ്റജിയിലൂടെ എടുക്കാൻ സാധിച്ചു എന്നല്ലാതെ അത് സ്ട്രോങ് ബൈ ആയിരുന്നില്ല. അത് 5-1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 1 എന്ന് പറഞ്ഞാൽ M1 സ്ട്രാറ്റജി. M1 നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ചെറിയ ട്രേഡുകൾ നമുക്ക് 11 മണിക്ക് മുമ്പ് വരെ നല്ലൊരു എൻട്രി നമുക്ക് 1 വീക്കിലൂടെ കിട്ടും. പക്ഷേ 1 വീക്കിൽ എല്ലാ ട്രേഡും നമുക്ക് സക്സസ് ആവത്തില്ല. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ ഡൗൺ ഒന്ന് ഇറങ്ങിയ ശേഷം തിരിച്ചൊരു ബൈ വന്നത് ചെറിയൊരു ട്രേഡ് നമുക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് M1 നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു അപ്രോക്സിമേറ്റ് ഒരു 50 പോയിന്റ്സോളം നമുക്ക് കയറിയിട്ടുണ്ട് നിഫ്റ്റി തന്നെ. പക്ഷേ സ്ട്രോങ് ബൈ ആയിരുന്നില്ല, കയറുന്ന മാത്രത്തിന് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം ബൈ എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ കയറുമ്പോൾ പെട്ടെന്ന് ഇത് ഒരുപാട് നേരം വൈകിട്ട് കുറേ നേരം കഴിഞ്ഞിങ്ങനെ മാർക്കറ്റ് പിടിച്ചാണ് നമുക്ക് ആ ബൈ തന്നത്. സ്ട്രോങ് ആയിരുന്നില്ല. നമുക്ക് 1 മിനിറ്റിലൂടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ബൈ നോക്കുകയാണെങ്കിൽ ബൈ വന്നതിന് ശേഷം ബ്രേക്ക്ഔട്ട് പോയിട്ട് ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ കുറേ നേരം തിരിച്ച് അത്രയും തന്നെ തിരിച്ച് ബാക്ക് അടിച്ചതിന് ശേഷമാണ് പിന്നീട് കുറച്ചൊന്ന് കയറിയത്. അപ്പോൾ ചെറിയൊരു ട്രേഡ് നമുക്ക് അവിടുന്ന് 1 മിനിറ്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചിറങ്ങി. പക്ഷേ 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും സ്ട്രോങ് അവിടെ ഒരു ബൈ ഇല്ല, പിന്നെയും സെല്ലിലേക്ക് പോകാനുള്ള ചാൻസ് ആണെന്ന്. അപ്പോൾ അത് ലാസ്റ്റ് സെല്ല് വന്നതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഔട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങി 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 3ാമത്തെ ടാർഗറ്റ് ഇപ്പോൾ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പുട്ട് എടുക്കേണ്ടത് 22,400 500 പുട്ട് എടുക്കുക. ഇവിടെ വ്യൂവിൽ പോയിട്ട് നമുക്ക് സിമ്പിൾസിൽ പോയിട്ട് ആഡ് ചെയ്താൽ മതി. വ്യൂവിൽ സിമ്പിൾസിൽ പോയി നമുക്ക് ഓപ്ഷൻസിൽ വീക്ക്ലി അല്ല മന്ത്ലി ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഏതാണ് സ്ട്രൈക്ക് വേണ്ടത്, നമുക്ക് പുട്ടാണെങ്കിൽ പുട്ട് താഴെ ആഡ് ചെയ്ത് കൊടുക്കുക. 500 600 നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ താഴെ ആഡായി വന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, നമുക്ക് അതേപോലെ തന്നെ 5 മിനിറ്റ്സ് ടെംപ്ലേറ്റ് ചെയ്യുന്ന 8.1 ഓപ്ഷൻസ്. ഇതാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്.
അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ ആയിട്ട് രാവിലെ പോയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ബൈ അപ്രോക്സിമേറ്റ് 12.55 237 എൻട്രി പറഞ്ഞു ടാർഗറ്റുകൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുക്കാമായിരുന്നു. അപ്പോൾ അത് 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 60 പോയിൻറ്റ്സോളം താഴെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലാണ് നമ്മൾ ബുക്ക് ചെയ്ത്. മാർക്കറ്റ് എന്നാൽ ഒരുപാട് ട്രെൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് ലെവൽ എവിടെ നിന്ന് പോയി എവിടെ നിന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ട്രേഡ് ഇന്നത്തെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിരുന്നത്. അത് നമ്മൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഈ ലെവലിൽ നിന്നാണ്. അവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് 48,200 300 നമുക്ക് പുട്ടെടുക്കാമായിരുന്നു. അതിവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അത് ഓപ്പൺ ചെയ്യുന്ന വിധം റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, 5 മിനിറ്റ് സെറ്റ് ചെയ്യുക. ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ് എന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വന്ന ബൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. മേളിൽ 1.5 285 3 ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 അടിച്ചിട്ടുണ്ട്. 237 പോയിന്റ് നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്ന റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക്ഔട്ട് നല്ലൊരു ഹൈക്കാണ് പോയത്. നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഇറക്കം നമുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇറക്കത്തിൽ നിന്നാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ബ്രേക്ക്ഔട്ട് കൊടുത്തതും പ്രോഫിറ്റ് നേടിയതും. ഓക്കെ, അപ്പോൾ ഈസിയാണ്. എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുക എന്നുള്ളത് ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.